ചെവനരിയും സേമിയയും വെച്ച് പായസം തയ്യാറാക്കാം. ആദ്യം 1/4 ഗ്ലാസ് ചെവനരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് പകുതി വേവിച്ചെടുക്കണം. ഇതിലേക്ക് 2 പാക്കറ്റ് പാൽ കൂടി ചേർത്ത് കൊടുക്കുക. പാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിൽ സേമിയമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 250 ഗ്രാം ഇൻസ്റ്റൻറ്റ് സേമിയമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. പാൽ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. മധുരം പോരെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടി കുറുക്കിയെടുക്കാം. ഇനി ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യൊഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട് തണഞ്ഞതിന് ശേഷം നമുക്ക് കപ്പുകളിലേക്ക് ഒഴിച്ച് കുടിക്കാവുന്നതാണ്.